ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ കുറച്ച് ഈത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് പൊരിച്ചെടുക്കാനാണ്. അതിന് ഇതൊക്കെ ഒന്ന് ചെറുതാക്കി ഇറന്നിടണം. അതിന് ഞാനിവിടെ കുറച്ച് ഈത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനതിനിതാ 3 ആണി ശർക്കര എടുത്തൊന്ന് ഗ്യാസുമ്മേൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് ഓണാക്കി ഗ്യാസുമ്മേൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് കാത്ത് വെക്കുക. അതൊന്ന് അലിയിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഈത്തപ്പഴം എടുത്ത് വെച്ചത് നന്നാക്കി ഒന്ന് ഇറന്നെടുക്കുക. ഇറന്ന് 3 പീസാക്കി എടുക്കണം. ഒരു ഈത്തപ്പഴം 3 പീസാക്കി എടുക്കണം. 2 പീസാക്കരുത്. 2 പീസ് ചെറിയ ഈത്തപ്പഴമെന്നുണ്ടെങ്കിൽ 2 പീസാക്കാം. കൂടുതൽ ഈത്തപ്പഴം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിതിവിടെ വലിയ ഈത്തപ്പഴനെ കൊണ്ട് 3 പീസാക്കിയാണ് എടുക്കാൻ പോകുന്നത്. 3 പീസാക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് ആണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഒന്ന് ഇതിൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോസ് ഒന്ന് ഫുള്ളായിട്ട് കാണാനും ശ്രമിക്കണം. ഇനി ഞാനിത് ലേശം ചെറിയ ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 3 ഏലക്കായും കൂട്ടി പൊടിച്ചിട്ട് ഞാൻ കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിട്ട് നന്നാക്കി ഇളക്കിയെടുക്കണം. നന്നാക്കി ഇളക്കിയെടുക്കുക. അതിലേക്കൊരു ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു ലേശം ഇട്ടാൽ മതി, കൂടുതലായി പോകരുത്. 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂണൊന്നും വേണ്ട. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനൊരു ലേശം ഇട്ട് കൊടുക്കാവൂ. ഇനി ഞാനിതാ ഉരുക്കി വെച്ച ശർക്കര ഒന്ന് അരിച്ച് ഇതിലേക്ക് പാർന്ന് കൊടുക്കുന്നുണ്ട്. അത് പോരാത്തതിന് ലേശം പാകത്തിനുള്ള ലേശം വെള്ളം ഇറ്റിച്ച് കൊടുക്കുക. ശർക്കരപ്പാനി തികഞ്ഞിക്കില്ലെങ്കിൽ നന്നാക്കി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ലേശം വെള്ളം കൂടി ഒഴിക്കുക. നമുക്കൊരു നെയ്യപ്പത്തിൻ്റെ ഒക്കെ പാകത്തിലുള്ള മുയിപ്പായിരിക്കണം. കൂടുതൽ നേർത്ത് പോകരുത്. ലേശം ഒരു കട്ടി വേണം. അതിനെ നന്നാക്കി ഇതൊന്ന് നേർപ്പിച്ചെടുക്കുക. നന്നാക്കി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു കോഴിമുട്ട അതിലേക്ക് ഉടച്ചൊഴിച്ച് കൊടുക്കുക. കോഴിമുട്ട ഓപ്ഷനാണ്, നിങ്ങൾ വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. ഞാൻ കോഴിമുട്ട വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. നല്ലൊരു പദവും ടേസ്റ്റും ഒക്കെ കിട്ടും. അതുകൊണ്ടാണ്. പദം കിട്ടാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സമയം മുന്നേ ഒക്കെ വെച്ചാലും മതി. കോഴിമുട്ട കൂട്ടിയാൽ നല്ലൊരു രുചി കിട്ടും. ഇനി ഞാനിത് ഗ്യാസ് ഓണാക്കി കൊടുക്കുന്നുണ്ട്. ഒരു സ്റ്റീൽ പാത്രം അതിലേക്ക് വെച്ച് ഗ്യാസ് ഓണാക്കുന്നുണ്ട്. ഇനി നമുക്ക് പാത്രം ഒന്ന് ചൂടാകുന്നവരെ, നല്ലോണം ചൂടാകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തത്. ഇനി നമുക്ക് ഈ കൂട്ടി വെച്ച മാവിൽ ഈത്തപ്പഴം ഓരോന്നോരോന്നാക്കി ഇട്ട് കൊടുക്കുക. ഓരോന്നാക്കി വിതറി കൊടുക്കണം. കൂടുതലുണ്ടെങ്കിൽ വിതറുന്നതിനേതുമില്ല. ഞാനിത് ഓരോരോ പീസ് അങ്ങനെ വിതറി കൊടുക്കുകയാണ്. ഒക്കെ ഈത്തപ്പഴമൊക്കെ ഇറന്ന് വെച്ചത് ഓരോരോ പീസാക്കി ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളെ എണ്ണ ചൂടായിക്കുമെന്ന് നോക്കുക. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇത് നമുക്ക് ഓരോരോ ഈത്തപ്പഴം കോരി പീസാക്കി ഇട്ട് കൊടുക്കുക. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഓരോരോ ഈത്തപ്പഴത്തിൻ്റെ കഷ്ണം മാവ് പൊതിഞ്ഞിട്ടിട്ട് കൊടുക്കണം. ഇത് നല്ല അടിപൊളി രുചിയാണ്. പണ്ടൊക്കെ ഇത് എല്ലാ വീട്ടിലും നോമ്പിന് ഇതെല്ലാ പുരയിലും പൊരിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പം അതങ്ങനെ ആരും അങ്ങനെ പൊരിക്കുന്നത് കാണുന്നില്ല. ആദ്യമൊക്കെ എല്ലാവരും പൊരിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഒരു 4 മണി പലഹാരമായിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനും കുട്ടികളെ സ്നാക്സിനൊക്കെ കൊടുക്കാനും ഒക്കെ നല്ലൊരു പലഹാരമാണ്. ഇത് എളുപ്പം കഴിയുകയും ചെയ്യും. നമുക്കിത് പൊരിച്ചെടുക്കാൻ വേഗം പൊരിച്ചെടുക്കാം. അധികം മാവ് നേർത്ത് പോകരുത്, കട്ടി വേണം. നേർത്ത് പോയാൽ ഈ മാവ് പിടിച്ച് കിട്ടൂല. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ഒന്ന് ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഓരോന്നാക്കി നിറച്ചിട്ട് കൊടുക്കുക. ഒന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടും നമുക്ക് എണ്ണയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ. ഇനിയൊക്കെ
ഒക്കെ ഞാൻ ഇട്ട് കൊടുത്തിന്. ഇതെല്ലാം ഒന്ന് മറച്ചിട്ട് കൊടുക്കണം. എല്ലാം ചുവന്ന് വന്നിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളറായിക്കൊണ്ട് നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ശർക്കര ആയതിനെക്കൊണ്ട് നല്ല ചുവപ്പ് കൂടും, അതുകൊണ്ട് നല്ലോണം ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് മറച്ചിട്ട് കൊടുക്കണം. മറച്ചിട്ട ശേഷം ഇതൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഒക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. ഞാനൊക്കെ കോരി കോരി എടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാം ഓരോ ട്രിപ്പ് രണ്ട് ട്രിപ്പാക്കി പൊരിച്ചെടുത്ത് കോരി എടുത്ത് വെക്കുക. നല്ലൊരു ടേസ്റ്റ്